ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടും ഉള്ള ഒരു സ്പെഷ്യൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേക്കിന് വേണ്ടി ആദ്യമേ ഒരു പാത്രത്തിലോട്ട് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 125 ml. പിന്നെ പ്ലം കേക്കിനൊക്കെ നമ്മൾ ബ്രാൻഡി, റം അല്ലെങ്കിൽ റെഡ് വൈനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രാൻഡി എടുത്തേക്കുന്നത് 1/4 കപ്പ് 60 ml, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ അതില്ലെങ്കിൽ കുഴപ്പമില്ല, 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് തന്നെ എടുത്താലും മതി, അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ബ്രാൻഡി റമ്മൊക്കെ ചേർക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് പ്ലം കേക്കിന്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതൊന്ന് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഇതിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ മിക്സ്ഡ് ബെറീസ്, കിസ്മിസ്, ചെറീസ്, അതുപോലെ ഈന്തപ്പഴം എല്ലാം കൂടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 225 ഗ്രാമൊക്കെ ഉണ്ട് എല്ലാം കൂടെ. പിന്നെ ടുറ്റി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ 1.5 കപ്പ്. അപ്പം നിങ്ങളുടെ ഉള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെടുത്താൽ മതി. പിന്നെ ഈ മിക്സ്ഡ് ബെറീസൊക്കെ ചേർക്കാമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ വലിയ ടൈപ്പ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഡാർക്ക് ചോക്ലേറ്റാണ് ചേർക്കുന്നത്. 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒന്ന് ചീകി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കാം. എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചോക്ലേറ്റ് ഇതിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ഇതിന് ചൂടുള്ളത് കൊണ്ട് നല്ലതായിട്ട് മിക്സ് ആവും. അപ്പോൾ ട്രഡീഷണലായിട്ടുള്ള കേക്കിന് കാരമൽ സിറപ്പൊക്കെയാണ് ചേർക്കാറ്. അപ്പോൾ നേരത്തെ ഞാൻ 2-3 കേക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു പ്ലം കേക്ക്, പക്ഷേ നല്ല ടേസ്റ്റ് ഇതിന്. ചോക്ലേറ്റൊക്കെ നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ജാം ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ്, ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ വൈറ്റ് പോർഷൻ എടുക്കരുത്, അത് പൊടിയായിട്ടൊന്ന് അരിയണം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വാങ്ങി വെച്ചിട്ടാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 125 ഗ്രാം മൈദ, 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറൊക്കെ വടിച്ച് വേണം എടുക്കാൻ, സ്പൂണ്. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇടഞ്ഞെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ബൗളിലോട്ട് 125 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ തണുത്തൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കേണ്ടത്. ബട്ടർ, മുട്ട എല്ലാം അൺസാൾട്ടഡ് ബട്ടർ ആയത്. അപ്പോൾ കുറച്ചൊന്ന് ബീറ്റ് ചെയ്തു. ഇനി ഇതിലോട്ട് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ 125 ഗ്രാം പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചതായത് അത് ചേർത്ത് കൊടുക്കാം. പൊടിക്കുന്നതിന് മുമ്പുള്ള വെയിറ്റാണ് പറഞ്ഞത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തെറിക്കും. ഇതിപ്പോൾ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമേ ഓരോ മുട്ട വീതം ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ തന്നെ 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ വനില എസൻസ്, 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസ്. അപ്പോൾ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ 10 ml. ഇനി ഇതിലോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചില്ലേ ഫ്രൂട്ട്സൊക്കെ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ബദാമും കാഷ്നട്ടും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്. ഒന്ന് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ ഈ മൈദ മിക്സും കൂടി ഇട്ട് കൊടുക്കാം.
ഇത് കുറച്ച് വീതം ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ആവട്ടെ. ഇത്രയും മതി, ഒരുപാട് നേരം വേണ്ട. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. സൈഡിലും അടിയിലും ബട്ടർ കൂത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്യാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കിയ ഓവനിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് ബേക്ക് ചെയ്യണം. അപ്പോൾ ഓരോ ഓവനിലും ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും. അപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ കേക്കൊക്കെ ഇവിടെ ബേക്കായിട്ടുണ്ട്. എനിക്ക് 1 മണിക്കൂറും 20 മിനിറ്റും വേണ്ടി വന്നു. ഇതിപ്പം അത്യാവശ്യം ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് കുറഞ്ഞതൊരു 3 ദിവസം കഴിഞ്ഞെങ്കിലും കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. ഇനി നമുക്കിന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. കേക്ക് ബേക്ക് ചെയ്ത് ആറി കഴിഞ്ഞിട്ട് ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പറിലോ പൊതിഞ്ഞ് സൂക്ഷിച്ചാൽ മതി. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾ കളറിന് വേണ്ടി കാരമലൊക്കെ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല കളറും ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അതുപോലെ നല്ല രുചിയുള്ളൊരു കേക്കായത്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്